ഹലോ, ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു ഗാർഡനിങ് ആട്ടോ ചെയ്യാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, ഒരു താമര നടാൻ പോവുകയാണ്. അപ്പോൾ താമര വിത്ത് നമ്മൾ പൂരത്തിന് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് സാൻഡ് പേപ്പർ വെച്ച് വരച്ചിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 5 നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. 50 രൂപയ്ക്ക് 5. ഈ 5 വിത്തിൽ 2 ഞാനും എടുത്തിട്ടുണ്ടായിരുന്നു, 2 അനിയത്തിക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് 2 പാത്രത്തിലാണ് ഞങ്ങൾ വെള്ളത്തിലാക്കിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം മുളയ്ക്കില്ലേന്ന് അറിയാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മളങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മളിട്ട് വെച്ച 5 വിത്തും മുളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ മുള ചെറുതായിട്ട് വന്ന് തുടങ്ങും കേട്ടോ. ഒരു 3-4 ദിവസം കഴിയുമ്പോഴാണ് കുറച്ചും കൂടി നല്ലോണം പുറത്തേക്ക് വരാൻ തുടങ്ങുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ആ വീഡിയോയിൽ നോക്കുമ്പോൾ മനസ്സിലാകും വെള്ളത്തിൻ്റെ കളർ ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ട്. അപ്പോൾ അതൊന്ന് 2 ദിവസം കൂടുമ്പോൾ വെള്ളം മാറ്റി കൊടുക്കണം, നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു മണ്ണ് കലക്കിയ പോലത്തെ ചെറിയൊരു ചെളിവെള്ളം പോലത്തെ കളറാവും. അപ്പോൾ അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. ഒരു 5-6 ദിവസം ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ താമരവിത്ത് നല്ലോണം വളർന്നിട്ട് തണ്ടിനൊക്കെ നല്ല ബലമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു 5-6 ദിവസമായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ അതിലും കളർ നല്ലോണം വ്യത്യാസമുണ്ട് വെള്ളത്തിൻ്റെ. അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം ഞാൻ മാറ്റിയിട്ടുണ്ട്, അടുത്ത പാത്രത്തിൽ വെള്ളം മാറ്റാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇത്രത്തോളം വളർന്നിട്ടുണ്ട് കേട്ടോ ചെടി. അതിൻ്റെ അറ്റത്ത് ചെറിയ ചെറിയ ഇലകൾ വരുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ 2 പാത്രത്തിലും വെള്ളം മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് നോക്കി നല്ല ഹെൽത്തി ആയിട്ട് ചെടി വളരുന്നതാണ് എനിക്കിത് ചെയ്തപ്പോൾ മനസ്സിലായത് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മാറ്റുക. അപ്പോൾ ഒരു 10-12 ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ ചെടിയിൽ ഇലകൾ നന്നായിട്ട് വളരാൻ തുടങ്ങും കേട്ടോ. അത്യാവശ്യം വലുപ്പത്തിൽ ഇലകൾ വന്നിട്ടുണ്ട്. എല്ലാത്തിലും അങ്ങനെ ഇലകൾ വന്നിട്ടില്ലെങ്കിലും ഇലകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 10-15 ഒരു 20 ദിവസം ആകുമ്പോഴേക്കും തന്നെ നമുക്ക് ചെടികൾ മാറ്റി നടാനാവും കേട്ടോ. മാറ്റി നടുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വലിയൊരു പോട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു ചട്ടിയോ അങ്ങനെ വല്ലതിലേക്കോ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റി കൊടുക്കണതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം നീളം വന്നതിൽ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ, കുറച്ച് മുന്നേ കണ്ട വീഡിയോയിലും ഈ കണ്ട വീഡിയോയിലും വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ ചെടികൾ അത്യാവശ്യം നന്നായിട്ട് വളർന്നതുകൊണ്ട് തന്നെ നമ്മളത് മാറ്റി നടാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു ചട്ടി എടുത്തിട്ട് അതിൽ വെള്ളം നിറച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളതിൽ ജസ്റ്റ് ഒന്ന് ഈ തണ്ടൊന്ന് ഇട്ട് കൊടുക്കണം മാത്രമേ ഉള്ളൂ കേട്ടോ. വിത്തും ഇതും കൂടി ആയിട്ടുള്ള തണ്ട് ഇട്ട് കൊടുക്കണം മാത്രമേ ഉള്ളൂ. കാരണം അതിൽ ചേറൊന്നും വെച്ചിട്ട് നടാനുള്ളതായിട്ടില്ല, കുറച്ചുകൂടി വലുതാവട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഒരു വലിയൊരു പാത്രത്തിൽ മേടിച്ചിട്ട് അതിൽ നടണം എന്നാണ് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നട്ട് കഴിഞ്ഞപ്പോൾ, നടുക എന്നല്ല, ആ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ഇതാണ് നമ്മുടെ ചെടി. ഇങ്ങനെയാണ് നമ്മുടെ താമര വിത്തുള്ളത് കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു 5-6 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ പുതിയൊരു പാത്രമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത്യാവശ്യം വെയിലുള്ളൊരു സ്ഥലത്താണ് നമ്മുടെ ഈ പാത്രം വെച്ചിട്ട് സെറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെയാണ് ഞാൻ ഈ താമര വയ്ക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നല്ല വെയിലായിരുന്നു, എന്നാലും അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനത് സ്ഥലം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ചേറെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പാടത്തു നിന്നൊക്കെ കിട്ടുന്ന ചളി പോലെ ഉണ്ടാവുമല്ലോ, അതോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ അങ്ങനെ എന്ത് വേണമെങ്കിൽ എടുക്കാം. ഞാൻ ഇതിൽ ചേറ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ കുറേ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിലൊക്കെ അവർ ചാണകപ്പൊടിയും അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിൽ ചേറ് മാത്രമായിട്ട് ഉപയോഗിക്കുള്ളൂ. അത് ഉണ്ടാവുമോ ഇല്ല എന്നൊരു ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു വിത്ത് ചീഞ്ഞ് പോയതാണ് കേട്ടോ. സംഭവം അത് നന്നായിട്ട് തന്നെ ഉണ്ടായതായിരുന്നു, പക്ഷെ അതെങ്ങനെയെന്ന് അറിയില്ല, അത് വെള്ളത്തിൽ നിന്ന് മാറി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് വേനൽക്കാലം കൂടി ആയതുകൊണ്ടാണ് തോന്നുന്നു നല്ലോണം ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. തിരിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല, അത് ഉണങ്ങി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള എല്ലാത്തിലും അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ വിത്തും തന്നെ നല്ലോണം ഇലയും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വേരും നല്ലോണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ചേറിൽ നട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഒറ്റ പാത്രത്തിൽ നട്ടിട്ട് അതങ്ങനെ ആ പാത്രത്തിൽ, അതായത് വലിയ പാത്രത്തിനുള്ളിൽ വെക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാതും നട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം ഇലകളുടെ തണ്ടിനൊക്കെ നല്ല നീളമുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് മെല്ലെ മെല്ലെ നട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ വിത്തൊക്കെ നടുമ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തിലായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. കാരണം ഈ വിത്ത് നടണ ദിവസം ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്രയും നന്നായിട്ട് ഇത് വളരുമെന്നും നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ എടുക്കാൻ പറ്റുന്നുള്ളത് കേട്ടോ. ഞാൻ വെറുതെ ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് വാങ്ങിയതാണ്, അതുപോലെ തന്നെ നട്ട് നോക്കിയതാണ് കേട്ടോ. പക്ഷെ അത് ഇത്രയും സക്സസ് ആവുമെന്ന് വിചാരിച്ചിട്ടില്ല. സക്സസ് എന്ന് പറഞ്ഞാൽ ഇതുവരെ വളരെ വേനൽക്കാലത്ത് ഇത്രയും ചൂടിലത് ഉണ്ടാവുമോ എന്നുള്ളത് വലിയ അറിവില്ലെങ്കിലും എന്തായാലും നമ്മൾ ഇതുവരെ ചെയ്തപ്പോൾ നല്ലോണം ചെടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ആ വലിയ തൊട്ടീൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വെള്ളം നിറച്ച് കൊടുക്കണം കേട്ടോ. വെള്ളം നിറച്ച് കൊടുക്കുമ്പോൾ തന്നെ ആ തൊട്ടീൻ്റെ കളറ് കറുപ്പായതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച് വെള്ളം നിറച്ച് കഴിയുമ്പോൾ കുഴപ്പമുണ്ടാവില്ല, തണുപ്പായിരിക്കും, പിന്നെ ചെടിയൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ വെയിലത്ത് കൊണ്ട് വെച്ചത്. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നല്ല ചൂടായിരുന്നു. അപ്പോൾ ഇനി ആ ഒരു ചൂട് കാരണം നമ്മുടെ ചെടി നശിച്ചു പോകുമെന്നുള്ളൊരു പേടിയും കൊണ്ട് ഞാനത് തണലത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടും വലിയ ചൂടിന് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ചെടിയിലേക്ക് കുറച്ചും കൂടി തണുപ്പാകാൻ വേണ്ടിയിട്ട് കുളത്തുനിന്ന് ചണ്ടിയൊക്കെ പെറുക്കി കൊണ്ടുവന്നിട്ട് ഈ നമ്മുടെ തൊട്ടിയിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വെള്ളത്തിന് അത്യാവശ്യം തണുപ്പുണ്ട്, അത്യാവശ്യം നന്നായിട്ടുണ്ടാവും തന്നെ വിചാരിക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇതുവരെ ഒരു കുഴപ്പമില്ലാത്ത ചെടിക്ക് ഇനിയും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സംഭവം അത്രയും സക്സസ് ആയിപ്പോൾ. അതുപോലെ തന്നെ നമ്മുടെ ആമ്പൽക്കുളത്തിൽ അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു ചെടികൾ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടി 1-2 പൊട്ടിച്ചിട്ട് നമ്മുടെ ഈ തൊട്ടിയിലും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2-3 തരത്തിലുള്ള ചെടികളാകുമ്പോൾ നല്ല രസം ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. എൻ്റെ മനസ്സിൽ അങ്ങനെയൊക്കെ തോന്നിയിട്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആമ്പലൊക്കെ നന്നായിട്ട് വിരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കുളത്തിലിങ്ങനെ ഉണങ്ങിയ ഇലകളും വാടിയ ഇലകളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വൃത്തിയാക്കും കേട്ടോ. ഞാൻ ഈ കുഞ്ഞ് ആമ്പലിൻ്റെ ചെടിയും കൂടി നമ്മുടെ താമരേൻ്റെ വിത്തിൻ്റെ കൂടെ ഒന്ന് നട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും അതിൻ്റെ ഉള്ളിൽ സംഭവം ഉണ്ട്. അപ്പോൾ അത് ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാം കൂടി കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ആമ്പൽക്കുളം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആമ്പൽക്കുളം വൃത്തിയാക്കി എടുത്തപ്പോഴാണ് അതിൽ അത്യാവശ്യം നല്ലോണം കുഞ്ഞു കുഞ്ഞേ വിത്തുകൾ മുളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഉണ്ടാവുമോ എന്നൊന്നും അറിയില്ല, എന്നാലും ആ ഒരു ചെറിയൊരു വിത്തും കൂടി ഞാൻ നമ്മുടെ ഈ തൊട്ടിയിൽ കൊണ്ട് നട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയില്ലെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.